നമസ്കാരം. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിക്ക് ഉള്ള ചുമതലകളുടെ ബാഹുല്യം അത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. കാരണം അത്ര കണ്ട് ഉത്തരവാദിത്വങ്ങൾ, കടമകളൊക്കെ അദ്ദേഹത്തിനുണ്ട്. നമുക്കറിയാം, രാജ്യത്തെ ഏറ്റവും അധികം ജോലിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നത് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇതിന് മുൻപൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്ങനെയാണ് നമ്മുടെ ലക്ഷദ്വീപിലൂടെ ഒരു ടൂറിസ്റ്റിനെ പോലെ നടന്നത്? അല്ലെങ്കിൽ അദ്ദേഹം അവിടെ കടൽ തീരത്ത് കസേരയിൽ ഇരുന്ന് പുസ്തകം വായിക്കുന്നു, ചെറുതിരകളിൽ കാല് നനയ്ക്കുന്നു, പവിഴക്കുറ്റുകൾ അടുത്ത് കാണുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ വിനോദസഞ്ചാരത്തിന്റെ എല്ലാ മേഖലകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ വെച്ച് എക്സ്പ്ലോർ ചെയ്യുന്നു. ഒരു പ്രധാനമന്ത്രി കുപ്പായം അഴിച്ചു വെച്ച് ഒരു സാധാരണ വിനോദസഞ്ചാരിയെ പോലെ എങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നീന്തത്, അല്ലെങ്കിൽ എന്തായിരുന്നു ഇതിന് പിന്നിലുള്ള ലക്ഷ്യം എന്നതൊക്കെ വളരെയധികം ചർച്ചകൾക്ക് ഇപ്പോൾ വിധേയമായിട്ടുണ്ട്. ഇതിലൂടെ ലക്ഷദ്വീപിലേക്ക് വരൂ എന്നുള്ള ഒരു സന്ദേശമാണ് മോദി നൽകിയതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ആർക്കായിരിക്കും മോദിയുടെ ഈ ഒരു സന്ദേശം പോയത്? അത് പുതുവർഷത്തിൽ ആഘോഷത്തിന് വേണ്ടി ഇറങ്ങുന്ന യുവതലമുറയ്ക്ക് വേണ്ടിയാണോ, അല്ലെങ്കിൽ പുതുവത്സരത്തിലേക്ക് വിദേശികളായ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയാണോ തുടങ്ങിയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെല്ലാം ഇപ്പോൾ ഒരു ഉത്തരമായിരിക്കുന്നു. അദ്ദേഹം ലക്ഷ്യം വെച്ചത് ലക്ഷദ്വീപിലേക്ക് വരൂ എന്നുള്ള ഒരു ആഹ്വാനം നടത്തിയിരിക്കുന്നത് ഉത്തരേന്ത്യയിലെ നവദമ്പതികളോടാണ്. ഉത്തരേന്ത്യയിൽ വിവാഹ സീസൺ ആണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും തണുപ്പിന്റെ കാഠിന്യമേറുന്ന ഈ സമയം ഉത്തരേന്ത്യയിൽ നിന്നുള്ള യാത്രികർ തണുത്ത ഇടങ്ങളല്ല, മറിച്ച് ബീച്ചുകളില്ലാത്ത ഉത്തരേന്ത്യക്കാർ മാലിദ്വീപ് പോലെയുള്ള വിദേശ രാജ്യങ്ങളിലേക്കാവും മിക്കവാറും ഈ സമയത്ത് പറക്കാറുള്ളത്. അടുത്തിടെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിലും ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. അതായത്, ഇന്ത്യക്കാർ മറ്റു രാജ്യങ്ങളിൽ പോയി വിവാഹം ആഘോഷിക്കേണ്ടതുണ്ടോ? നമ്മളുടെ നാട്ടിൽ ഇതിലും മനോഹരമായ സ്ഥലങ്ങളില്ലേ എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിലൂടെ ചോദിച്ചത്. ലക്ഷദ്വീപ് പോലെ ഇത്രയധികം മനോഹരമായ വിവാഹങ്ങൾ മറ്റും നടത്താൻ സാധിക്കുന്ന ഡെസ്റ്റിനേഷനുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട് എന്ന് ഇവിടെയുള്ള യുവതയെ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഇപ്പോൾ വിവാഹ സീസൺ നിലനിൽക്കുന്ന ഉത്തരേന്ത്യയിലുള്ള ആളുകളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് തന്റെ തിരക്കേറിയ സ്കെഡ്യൂളിനിടയിലും പ്രധാനമന്ത്രി സമയം ചിലവഴിച്ചത് എന്നാണ് നിലവിൽ ഈ മേഖലയിലുള്ള നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് തന്നെയാണ് മാലിദ്വീപിനെ വളരെയധികം അസ്വസ്ഥമാക്കിയതും അപക്വ പരാമർശം നടത്താൻ പ്രേരിപ്പിച്ചതും. എന്തായാലും ലക്ഷദ്വീപിന്റെ തലവര തെളിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനി എന്തൊക്കെയായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ എന്നത് മാത്രമാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.